തീർച്ചയായും. നമുക്കൊരു 14 വൈറ്റമിൻസ് ആണ് നമുക്ക് ബോഡിക്ക് വേണ്ടത്. അതിൽ ഏതേലും ഒരെണ്ണത്തിന്റെ കുറവ് വന്നാൽ തന്നെ അതിന് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് വരുന്നത് ലിവറിനായിരിക്കും. കാരണം എന്ത് സാധനം ഉണ്ടാക്കാൻ അതായത് മെറ്റബോളിസത്തിന്റെ ഒരു അവശ്യ ഘടകമാണ് വൈറ്റമിൻ ഡി. ലിവറിൽ ഏകദേശം 500 ഐറ്റംസ് ആവശ്യം അനുസരിച്ച് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ശരിക്കും പ്രൊഡക്ഷൻ ഫാക്ടറിയാണ് ലിവർ. അപ്പോൾ അതിനകത്ത് വൈറ്റമിൻ ഡിയുടെ കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ലിവറിന് ദോഷം വരും. കാരണം പ്രൊഡക്ഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കുകയില്ല. അതിൻ്റെ സ്ട്രെയിൻ വരുന്നത് ലിവറിനായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വൈറ്റമിൻ ഡിയുടെ ഒരു ന്യൂട്രീഷൻ്റെയും ഡെഫിഷ്യൻസി ഇല്ലാതെയും അതുപോലെ എക്സസ് ആകാതെയും കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഐഡിയലായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊരു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നില്ലാത്ത ഒരു 95% ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. കാരണം നമ്മൾ സൂര്യപ്രകാശം കാണുന്നില്ല, അതുകൊണ്ടായിരിക്കണം എല്ലാവർക്കും തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതൊരു ലോ ഡോസ് നമ്മൾ സപ്ലിമെൻ്റ് എടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. ഫാറ്റി ലിവർ മാത്രമല്ല, എല്ലാ സിസ്റ്റത്തെയും ഇപ്പം നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് പോലും കാണുന്നുണ്ട്. മിക്കവാറും ക്യാൻസർ പേഷ്യൻസിന് ഞാൻ ചെക്ക് ചെയ്യുമ്പം വൈറ്റമിൻ ഡിയും കുറവായിരിക്കും, മറ്റു പല വൈറ്റമിൻസിൻ്റെയും കുറവുണ്ടാവും. അതുപോലെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഏതെടുത്താലും വൈറ്റമിൻ ഡിയുടെയും അതുപോലെ മറ്റ് മൾട്ടിപ്പിൾ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.